ഈശോവിന്റെ 12 സ്ലീഹന്മാരിൽ ഒരുവനും ഇന്ത്യയിൽ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനുമായ വിശുദ്ധ തോമസ് സ്ലീഹയുടെ ഓർമ്മ തിരുനാളാണ് ദുക്രാന. ദുക്രാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി എത്തിയ തോമസ് സ്ലീഹ 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തി പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ഇങ്ങനെയാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ രൂപം കൊണ്ടത്. തോമസ് സ്ലീഹയുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിൽ 7 പള്ളികൾ തോമസ് സ്ലീഹ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, കൊല്ലം, നിരണം, കോട്ടയ്ക്കാവ്, കൊക്കമംഗലം, പാലയൂർ, നിലയ്ക്കൽ, തിരുവിതാംകൂട് എന്നിവയാണ് 7 പള്ളികൾ. കൊടുങ്ങല്ലൂർ മലബാർ തീരപ്രദേശങ്ങളിൽ വിശുദ്ധ തോമസ് സ്ലീഹ സ്ഥാപിച്ച ഏറ്റവും പ്രാചീനമായ ദേവാലയങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ. ഇന്ന് ഈ ദേവാലയം അഴീക്കോട് എന്ന ഗ്രാമത്തിൽ കൊടുങ്ങല്ലൂർ മാർത്തോമ തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു. പാലയൂർ തൃശ്ശൂർ ജില്ലയിലെ പാലയൂർ എന്ന സ്ഥലത്താണ് വിശുദ്ധ തോമസ് സ്ലീഹ സ്ഥാപിച്ച മറ്റൊരു ദേവാലയം. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്തീയ ദേവാലയം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കോട്ടക്കാവ് ദേവാലയം തോമസ് സ്ലീഹ സ്ഥാപിച്ച മറ്റൊരു ദേവാലയമാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ പ്രദേശത്തായിട്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയം 13-ാം നൂറ്റാണ്ടിലും പിന്നെ 1308-ലും നവീകരിക്കപ്പെട്ടു. നിരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെ വിശുദ്ധ തോമസ് സ്ലീഹ സ്ഥാപിച്ച മറ്റൊരു ദേവാലയമാണ് നിരണം. AD 54 നിർമ്മിച്ച ഈ ദേവാലയം പിന്നീട് 1259 പുനർനിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഭോഗമംഗലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഭാഗത്ത് ഭോഗമംഗലം എന്ന സ്ഥലത്താണ് വിശുദ്ധ തോമസ് സ്ലീഹ സ്ഥാപിച്ച മറ്റൊരു മനോഹരമായ ദേവാലയം. മാർത്തോമ നസ്രാണികളുടെ സ്വന്തം കരയായ റമ്പാൻ പാട്ടിലൂടെ 1600ഓളം മനുഷ്യർ ഇവിടെ മാനസാന്തരപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ തോമസ് സ്ലീഹ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്ത് നിന്ന് സ്ഥാപിച്ച ദേവാലയമാണ് നിലയ്ക്കൽ. ഇവിടെ വിശുദ്ധ തോമസ് സ്ലീഹ പ്രമുഖ 2 ബ്രാഹ്മണ കുടുംബങ്ങളെ മാനസാന്തരപ്പെടുത്തി മാമോസ നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ശുദ്ധീകരണ ദേവാലയം എന്നറിയപ്പെടുന്ന ഈ പ്രാചീന ദേവാലയം വിശുദ്ധ തോമസ് സ്ലീഹ വഴി സ്ഥാപിക്കപ്പെട്ടതാണ്. AD 52-നും 78-നും ഇടയിൽ പണിയപ്പെട്ട ഈ ദേവാലയം കടൽ ആക്രമണത്തിൽ വെച്ച് തകർന്നുവെന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ പള്ളിക്കല്ല് എന്ന പേരിൽ വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. വിശുദ്ധ തോമസ് സ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ് തിരുവിതാംകൂട് പള്ളി. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ഭാഗത്തായിട്ട് തോമയാർ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തായി ഈ ദേവാലയം സ്ഥിതി ചെയ്യപ്പെടുന്നു. തോമ എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ട എന്നും സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നുമാണ്. വിശുദ്ധ തോമസ് സ്ലീഹ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി ഈ ഇന്ത്യയിൽ വന്ന് 7 പള്ളികൾ സ്ഥാപിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ മരണമടയുകയും ചെയ്തു. ഇന്ത്യയിൽ മരണമടഞ്ഞ വിശുദ്ധ തോമസ് സ്ലീഹയുടെ ഭൗതിക ശരീരം മെസൊപ്പൊട്ടോമയിലെ എദേസയിലേക്ക് കൊണ്ടുപോയത് ജൂലൈ 3-നാണ്. അതുകൊണ്ടാണ് ജൂലൈ 3-ാം തീയതി വിശുദ്ധ തോമസ് സ്ലീഹയുടെ ദുഃഖ്രാന തിരുനാളായി ഓർമ്മ തിരുനാളായി കൊണ്ടാടുന്നത്. വിശുദ്ധ തോമസ് സ്ലീഹയുടെ ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു.